പ്രിയപ്പെട്ട ശ്രീകാന്ത് സാർ, എൻ്റെ പേര് ബിനി. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ്. ഓഗസ്റ്റ് 15-ന് എനിക്ക് കണ്ണൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. സാർ, എൻ്റെ വീട്ടിലെ നായക്കുട്ടി 3 വയസ്സുള്ള ബ്രൂണോ ഇന്നലെ രാവിലെ കൂട്ടിൽ തളർന്നു കിടന്നു. എന്നെ എന്ത് പറ്റിയെന്നറിയില്ല. തലേ ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ കണ്ണടച്ച് തന്നെ കിടക്കുകയാണ്. ശ്വാസമുട്ടലുണ്ട്. വിളിച്ചിട്ട് യാതൊരു പ്രതികരണമില്ല. ഞാനും ഹസ്ബൻഡും അമ്മയും മോനും മോളും ആകെ വിഷമത്തിലായിട്ടോ. അവൻ പിന്നീട് എന്താ കട്ടിൽ എന്തോ ഒരു ശബ്ദത്തോടെ പിടഞ്ഞു കിടന്നു, മാറി മാറി കിടന്നു. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ഉടനെ വരാൻ സാധിക്കില്ല, അതുകൊണ്ട് വീഡിയോ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീഡിയോ അയച്ചിട്ടോ. വീഡിയോ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു അപകടകരമായ അവസ്ഥയാണ്, ഡോക്ടർ വന്നിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ല പൈസ ആവട്ടോ. ആദ്യം കുടുംബവും കണ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ അസ്മൻ പരാത്മൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ചൊല്ലിക്കൊണ്ടേയിരുന്നു, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രൂണോയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അവൻ കോമ അവസ്ഥയിലാണ്, പെട്ടെന്നൊന്നും എന്താ ചെയ്തിട്ട് കാര്യമില്ല, മെഡിസിൻ കൊടുത്താലും പ്രതികരിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു. അപ്പോൾ ഞാൻ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു അവൻ്റെ ജീവൻ നിലനിർത്താൻ എന്ത് പൈസയായാലും എന്ത് പ്രാഥമിക ചികിത്സയെങ്കിലും നൽകണമെന്ന്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ട്രിപ്പ് ഇട്ടു. കുറച്ച് സമയം കഴിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു, എഴുന്നേറ്റു, നടക്കാൻ തുടങ്ങി, വെള്ളം കുടിച്ചു. ഡോക്ടർക്ക് പൈസ നൽകി, വാങ്ങിയില്ല. സാറ് പറഞ്ഞത് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ മതിയെന്ന്. വിഷാംശം എന്തോ അവൻ്റെ ശരീരത്തിൽ ചെന്നതാണെന്ന്. എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പൊന്നുണ്ണി കണ്ണൻ കണ്ടുട്ടോ. ബ്രൂണോ അവൻ ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോൾ അവൻ ആക്റ്റീവാണ്. ആഹാരം ചോദിച്ചു, വാങ്ങി കഴിക്കുന്നു. അവൻ്റെ കുസൃതികൾ തുടരുന്നു. ഇത് അവൻ്റെ 2ാം ജന്മമാണ്. സാർ, ഞാൻ ഈ അനുഭവം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു മഞ്ഞ കളറായി മാറിയിട്ടോ. കണ്ണൻ്റെ മഞ്ഞ പട്ടിൻ്റെ നിറം. ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ നോക്കിയപ്പോൾ അതും മാറുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് അതും കണ്ണൻ്റെ ലീനയാണെന്ന് മനസ്സിലായി. സാർ, കണ്ണാ ഗുരുവായൂരപ്പ, എന്താ പറയേണ്ടത്, അനുഗ്രഹങ്ങൾ തന്നെയാണ്. കണ്ണാ ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമാവാൻ കഴിഞ്ഞത് കണ്ണനോടും ശ്രീകാന്ത് സാറിനോടും എല്ലാ അംഗങ്ങൾക്കും നന്ദി. ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് കണ്ണനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞതും നാരായണീയം ദിവസവും വായിക്കാനും അസ്മിൻ പരാത്മൻ മന്ത്രം ചൊല്ലാനും കഴിഞ്ഞതും. കണ്ണാ ഗുരുവായൂരപ്പ ശരണം. എന്താ കഥ. ഈ അനുഭവം ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്നും അങ്ങനെ കണ്ണനോട് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. അപ്പം എന്താ ഇന്നലെ അയച്ചെന്ന അനുഭവമാണ്, പെട്ടെന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ പറയുന്നത്. സാധാരണ കുറേ ലേറ്റ് ആവാറുണ്ടല്ലോ പറയാനല്ലേ, ഇത് അങ്ങനെയൊന്ന് റിക്വസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ്. എന്തായാലും ബ്രൂണോ രക്ഷപ്പെട്ടല്ലോ അല്ലേ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. മനുഷ്യജീവനെ പോലെ തന്നെയാണ് എല്ലാ ജീവനും അല്ലേ, ഭഗവാൻ അതറിയാം, നമ്മളും അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് അനുഭവങ്ങൾ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.